Hello friends, welcome back to my channel D Cooks and Bakes. ഇന്ന് ഞാനൊരു ഗരം മസാല ആണ് ഉണ്ടാക്കുന്നത്. ഗരം മസാല ഇന്ത്യയിൽ പല ഭാഗത്ത് പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന മസാലകൾക്കൊപ്പം കറുത്ത ഏലക്കയും ബേ ലീഫും എല്ലാം ചേർത്താണ് അവർ പൊടിക്കുന്നത്. കേരളത്തിൽ തന്നെ നോക്കൂ, ഓരോ വീട്ടിലും ഓരോ തരം ഗരം മസാലയാണ് ഉണ്ടാക്കുന്നത്. പാക്കറ്റുകൾ കിട്ടുന്നത് വേറെയും. ഇന്ന് ഞാൻ എൻ്റെ വെർഷനിലെ ഒരു ഗരം മസാലയാണ് കാണിക്കുന്നത്. ഈ മസാല ബിരിയാണിക്കും എല്ലാ നോൺ വെജ് ഐറ്റങ്ങൾക്കും ഉപയോഗിക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പാൻ ചൂടാകുമ്പോൾ കറുകപ്പട്ട, കരയാമ്പൂ, കുരുമുളക്, ഏലക്ക എന്നിവ ഇട്ട് നന്നായിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് 2 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ സ്പൈസസ് എല്ലാം ചൂടാക്കുമ്പോഴാണ് അതിലടങ്ങിയിരിക്കുന്ന ഓയിൽ കണ്ടൻ്റ് എല്ലാം പുറത്ത് വരികയും നല്ല മണം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ ചൂടാക്കി പൊടിക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് നേരം കൂടി ഇളക്കാം. ആദ്യം തന്നെ ഇതെല്ലാം കൂടെ ഒന്നിച്ചിടുകയാണെങ്കിൽ ജീരകം എല്ലാം പെട്ടെന്ന് മൂത്തും പോവും, മറ്റേതെല്ലാം ചൂടായി വരുന്നതേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു തക്കോലം സാജീരകവും ജീരകവും, ഇതിലേക്ക് ചെറുതായി പീസാക്കിയേക്കുന്ന ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിക്കയും കൂടി ചേർത്ത് നമുക്ക് ഇനി ഒരു 2 മിനിറ്റും കൂടി ചെറിയ തീയിൽ നല്ലപോലെ മൂപ്പിക്കാം. നമ്മുടെ ഈ മസാല ബിരിയാണിക്കും എല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി എക്സ്ട്രാ ചേർത്താൽ മതിയാവും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ചില്ല് ബോട്ടിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ആക്കി സൂക്ഷിക്കുകയായിരിക്കും നല്ലത്. ഒന്നിലധികം കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ നമുക്കതിൻ്റെ മണം പോവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പിയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.